കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് അടൂർ പ്രകാശിനെയോ ബെന്നി ബെഹനാനെയോ ആക്കണം എന്നുള്ള വലിയ തോതിലുള്ള പ്രചരണം അതിശക്തമാവുകയാണ്. എന്നാൽ നേതൃത്വം ഈ വിഷയത്തിൽ പ്രത്യേക ഇടപെടൽ ഒന്നും നടത്തിയിട്ടില്ല. നിലവിൽ ഇരുവരും ലോക്സഭാ അംഗങ്ങളാണ്. ആറ്റിങ്ങൽ പാർലമെന്റിലെ ജനപ്രതിനിധിയാണ് അടൂർ പ്രകാശ്. ചാലക്കുടി മണ്ഡലത്തെ പ്രതിനിധീകരിക്കുകയാണ് ലോക്സഭയിൽ ബെന്നി ബെഹനാൻ. ഇരുവരും ലോക്സഭാ സാമാജികരായിരിക്കെ കെ സുധാകരനെ മാറ്റിക്കൊണ്ട് എടുക്കുന്ന ഒരു തീരുമാനം എന്നത് വളരെ ആശ്ചര്യമായിരിക്കും എന്നുള്ളത് സംശയമൊന്നും ഇല്ല. കെ സുധാകരൻ പാർലമെന്റിൽ മത്സരിക്കാൻ തൽപരനല്ലായിരുന്നു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ മറ്റാരേക്കാളും ജയസാധ്യത ഏറ്റവും കൂടുതൽ കെ സുധാകരന് തന്നെയെന്ന ആഭ്യന്തര സർവേ കൃത്യമായി കോൺഗ്രസ് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഹൈക്കമാൻഡ് പേര് നിർദ്ദേശിക്കുകയും അദ്ദേഹം 1,10,000 വോട്ടുകൾക്ക് ഇടതുകോട്ടയിൽ CPIM-ൻ്റെ കരുത്തനായ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയായ MV ജയരാജനെ തറ പറ്റിച്ചത്. എന്നാൽ കെ സുധാകരനെ മാറ്റാൻ വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. 2021 ജൂൺ മാസം 19-ാം തീയതിയാണ് കെ സുധാകരൻ സ്ഥാനാരോഹിതനായത്. അതിനുശേഷം ഇന്നേ വരെയുള്ള തിരഞ്ഞെടുപ്പുകളുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിലുമെല്ലാം മിന്നുന്ന വിജയമാണ് കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ നേടിയെടുത്തത്. പിന്നെ എന്തിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റേണ്ടത് എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. എന്നാൽ കെ സുധാകരൻ പറഞ്ഞൊരു ഉത്തരവുണ്ട്. പാർട്ടി എന്ത് തീരുമാനിച്ചാലും അത് ശിരസ വഹിക്കും. ഞാൻ പാർട്ടിയെ ചോദ്യം ചെയ്യാൻ ആളല്ല. പാർട്ടിയാണ് എല്ലാം എനിക്ക് തന്നിട്ടുള്ളത്. പാർട്ടിയാണ് എൻ്റെ സമര പോരാട്ടത്തിന് പിന്തുണ നൽകിയത്. കണ്ണൂരിൽ സഹിച്ച ത്യാഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും കഥ പറഞ്ഞ് പാർട്ടിയോട് വിലപേശാൻ മാത്രം മോശക്കാരനല്ല ഞാൻ എന്ന് കൃത്യമായി കുറിച്ചിട്ടിരിക്കുകയാണ് കെ സുധാകരൻ. അതാണ് സുധാകരൻ്റെ ഏറ്റവും മികച്ച ലൈൻ എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഒരിക്കലും ഒരു കലണ്ടർ നോക്കി ഇന്ന വർഷം ഇന്നതാകാൻ വേണ്ടി എന്ന രീതിയിൽ പണിയെടുക്കുന്ന വ്യക്തിയല്ല. ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ വളരെ ദീർഘവീക്ഷണത്തോടു കൂടി ഇന്ന കൊല്ലം ഗുജറാത്ത് മുഖ്യമന്ത്രിയാകുമ്പോൾ ഇന്ന കൊല്ലം ഞാൻ പ്രധാനമന്ത്രിയാകാൻ മത്സരിക്കാം എന്നുള്ള ഒരു ദീർഘവീക്ഷണം നരേന്ദ്രമോദിക്കും ഒക്കെ ഉണ്ടായിരുന്നു. നരേന്ദ്രമോദിയും അമിത്ഷായും ഒക്കെ അങ്ങനെയാണ് പലരെയും വെട്ടി വീഴ്ത്തിക്കൊണ്ട് അദ്വാനിയൊക്കെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് കടന്നുകൂടിയത്. എന്നാൽ കെ സുധാകരൻ കോൺഗ്രസിൻ്റെ അമരത്തേക്ക് എത്തുന്നത് ആരെയും വെട്ടി വീഴ്ത്തിയോ ഒന്നുമല്ല. കോൺഗ്രസ് ഏറ്റവും നാണം കെട്ട അവസ്ഥയിലിരിക്കുമ്പോൾ, 2 തവണ അധികാരത്തിൻ്റെ പുറത്താകുമ്പോൾ, ഇനി വേറെ പോംവഴിയില്ല എന്ന് കാണുമ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിനൊരു മൊറൈൽ ബൂസ്റ്റ് എന്ന രീതിയിലാണ് കെ സുധാകരനെ KPCC അധ്യക്ഷനാക്കുന്നത്. അദ്ദേഹത്തിനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റുക എന്നത് അത് ചിന്തിക്കാനേ കഴിയുന്ന വിഷയമല്ല എന്നുള്ളത് മുതിർന്ന കോൺഗ്രസ് നേതാവും AICC അംഗം കൂടിയായിട്ടുള്ള ഡോക്ടർ ശശി തരൂർ വ്യക്തമാക്കിയൊരു കാര്യമാണ്. കെ സുധാകരൻ്റെ നേതൃത്വത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിനെ പോലും വലിയ രീതിയിൽ ആ വെല്ലുവിളിയെല്ലാം അതിജീവിച്ചുകൊണ്ട് പാലക്കാടും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലും വിജയം കൊയ്തത്. ചേലക്കരയിൽ പോലും UDF 39,400 എന്ന ഇടതുപക്ഷത്തിൻ്റെ CPIM-ൻ്റെ കെ രാധാകൃഷ്ണൻ്റെ ഭൂരിപക്ഷത്തെ പോലും 1/3 കുറയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ളത് മികച്ച ഒരു മേന്മയായി തന്നെയാണ് കണക്കാക്കുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും കെ സുധാകരൻ്റെ നേതൃത്വത്തിൽ തന്നെ ആകണം എന്ന ആഗ്രഹമാണ് ശശി തരൂർ പ്രകടിപ്പിച്ചത്.